Hello my dears, welcome back to Race Education. Varun sir ആണ്. മക്കളെ ഞാൻ ഫിസിക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ 9 സ്റ്റേറ്റിലും അതേപോലെ 9 CBSE പഠിക്കുന്ന മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. മറ്റൊന്നല്ല, നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പൊ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അതേപോലെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആയിക്കോളൂ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ. സോ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9 സ്റ്റേറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. സോ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഹൈവേയിൽ ഫുള്ള് പണി നടക്കാണ്. ചിലയിടത്ത് നല്ല റോഡ് ഉണ്ട്, ചിലയിടത്ത് മോശം റോഡാണ് അല്ലെ? അപ്പൊ ഇവിടെ ഇമാജിൻ ചെയ്യാ, ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ കാറിൽ ഇങ്ങനെ പോവാണ്. ഓക്കെ, കാറിൽ പോകുന്നതെന്ന് വെച്ചാല് നല്ല പുതിയ റോഡിലേക്ക് കൂടെയാണ്, സ്മൂത്ത് ആയിട്ടുള്ള റോഡിലേക്ക് കൂടെയാണ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഇവിടെ സ്മൂത്ത് റോഡാണ്. ക്ലിയർ? അപ്പൊ ഈ സ്മൂത്ത് റോഡിലേക്ക് കൂടി ഓട്ടോമാറ്റിക്കലി ഞാൻ ഒരിക്കലും 20-30 ഞാൻ പോവില്ല അല്ലെ? നല്ല ഹൈ സ്പീഡിലായിരിക്കും പോവാ. ഒരു 70 എഴുതാം അല്ലെ? 70 km/h ഞാൻ പോവാണെന്ന് വിചാരിക്കാം. ക്ലിയർ? 70 km/h പോകുന്ന ഞാൻ ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ എന്തായി, പെട്ടെന്ന് മോശം റോഡ് വരികയാണ്. അതായത് ചരലിട്ട റോഡ് വരികയാണ്, അല്ലെങ്കിൽ മഡി റോഡ്സ് വരികയാണ്, കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡ് വരികയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്ത് ചെയ്യും, ഞാൻ ബ്രേക്സ് അപ്ലൈ ചെയ്യും അല്ലെ? ബ്രേക്ക് ചവിട്ടും. അപ്പൊ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇതിന്റെ സ്പീഡ് എന്ത് ചെയ്യാണ്, ഇതിന്റെ സ്പീഡ് കുറയാണ്. ഇതിന്റെ സ്പീഡ് കുറയുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ചെരിവുണ്ടാവും. കാറിന് ചിലപ്പോൾ ഒരു ചെരിവുണ്ടാവും, ആണല്ലോ? യെസ്. ഇനി ഞാൻ ഈ ചരലിട്ട റോഡിലേക്ക് കൂടി അല്ലെങ്കിൽ ഈ മഡി റോഡിലേക്ക് കൂടി ഞാൻ പോകുമ്പോൾ ഇവിടെ സ്പീഡ് എന്തായിരിക്കും, ഇവിടെ സ്പീഡ് കുറവായിരിക്കും. ഞാൻ ഇവിടെ എഴുതാണ് ഈ ഒരു 20 km/h എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ റഫ് സർഫേസ് അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം, റഫ് റോഡാണെന്ന് പറയാം. ആണോ അല്ലയോ? മഡി റോഡാണെന്ന് പറയാം. ഇനി ഓട്ടോമാറ്റിക്കലി ഇതിലേക്കൂടി ഞാൻ ഒരിക്കലും നല്ല സ്പീഡിൽ പോകില്ല, ഇതിലേക്കൂടി ഞാൻ മെല്ലെ ആയിരിക്കും പോവാ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് കാറിന്റെ ഏതൊക്കെ പാരാമീറ്റേഴ്സിലാണ് ചേഞ്ച് വന്നത്? യെസ്, കാറിന്റെ സ്പീഡിൽ ഒരു വ്യത്യാസം വന്നു. ആണോ അല്ലയോ? അതിന്റെ സ്പീഡിൽ ഒരു വ്യത്യാസം വന്നു. ഇനി സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ ഡയറക്ഷനിൽ ഒരു വ്യത്യാസം വന്നു. യെസ്, ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ലൈറ്റിന്റെ കേസിലും ഇതേപോലെ തന്നെ സിമിലർ ആണ്. മറ്റൊന്നുമല്ല, ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന്, സപ്പോസ് ഞാനിപ്പോ ഇവിടെ നോക്കിയേ, ജസ്റ്റ് ഞാൻ ഒരു ലേസർ എടുക്കുകയാണ്. ഈ ലേസർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നേരെ വെള്ളത്തിന്റെ അകത്തേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ലേസർ ഓൺ ആക്കുന്നത്. അപ്പോ ഈ ലൈറ്റ് എന്ത് ചെയ്യുന്നറിയോ, ഈ ലൈറ്റ് ഇതാ ഇങ്ങനെ പോവാണ്. ഇവിടുന്ന് എന്ത് സംഭവിച്ചു, ഇവിടുന്ന് അതിന്റെ ഡയറക്ഷൻ മാറി, അല്ലെങ്കിൽ അതിന്റെ പാത്തിൽ ഒരു ഡീവിയേഷൻ വന്നു. കണ്ടോ? ക്ലിയർ? ഇതിനാണ് നമ്മൾ ബേസിക് ആയിട്ട് റിഫ്രാക്ഷൻ എന്ന് പറയാം. മനസ്സിലാക്കി വെക്കുക. എന്താണ് ഇവിടെ കണ്ടത്, ഇവിടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എയറിൽ നിന്ന് വാട്ടറിലേക്കാണ്, അതായത് വായുവിൽ നിന്ന് ജലത്തിലേക്കാണ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റിന്റെ സ്പീഡിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. എയറിൽ അല്ലെങ്കിൽ വായുവിൽ എത്രയാണോ ലൈറ്റിന്റെ സ്പീഡ്, അത്ര ആയിരിക്കില്ല വെള്ളത്തിന്റെ അകത്ത് ഉണ്ടാവുക. ഓർത്തു വെക്കുക. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ പാത്തിൽ എന്താവും, ഇതിന്റെ പാത്തിൽ ഒരു ഡീവിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ബെൻഡിങ് ഉണ്ടാവും. സോ ഇതിനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയാം. മനസ്സിലായല്ലോ? ബേസിക് ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കുക, ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഇസ് കോസ്ഡ് ബൈ ദ ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ദ കാർ. ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ സ്പീഡിൽ ഒരു വ്യത്യാസം വന്നതുകൊണ്ടാണ് അതിന്റെ ഡയറക്ഷനിൽ ഒരു വ്യത്യാസം വന്നത്, ആണല്ലോ കാറിന്റെ? യെസ്, അത് എപ്പോഴായിരുന്നു സംഭവിച്ചത്? അത് ഒരു സർഫേസിൽ നിന്ന് വേറൊരു സർഫേസിലേക്ക് പോകുമ്പോഴാണ് അല്ലെ? സ്മൂത്ത് സർഫേസിൽ നിന്ന്, സ്മൂത്ത് റോഡിൽ നിന്ന് റഫ് റോഡിലേക്ക് പോകുമ്പോഴായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈറ്റിന്റെ കേസിലും വരിക. അതായത് ഓരോ മീഡിയത്തില് ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആയിരിക്കും. എയറിൽ എത്രയാണോ ലൈറ്റിന്റെ സ്പീഡ് അത്ര ആയിരിക്കില്ല വെള്ളത്തിനകത്ത്. വെള്ളത്തിൽ എത്രയാണോ ലൈറ്റിന്റെ സ്പീഡ് അത്ര ആയിരിക്കില്ല ഗ്ലാസിന്റെ അകത്ത് ഉണ്ടാവുക. അതേപോലെ തന്നെ ഡയമണ്ടിലും ഡിഫറെന്റ് ആയിരിക്കും. ഇത് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ നോക്കുക, അപ്പൊ ലൈറ്റിൽ എന്തുകൊണ്ടാണ് ഒരു ഡീവിയേഷൻ വരുന്നത്? ദ ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ് കോസസ് ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ദ റേ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ക്ലിയർ അല്ലേ? എന്താണ് ഈ റേ എന്ന് വെച്ചാൽ? റേ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു ടോർച്ച് ഓൺ ആക്കുവാണെങ്കിൽ, സപ്പോസ് ഒരു ടോർച്ച് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് എപ്പോഴും ഇതാ ഇങ്ങനെ ആയിരിക്കും പോവാ അല്ലെ? ഒരു ബൾക്കായിട്ടായിരിക്കും പോവാ, ആണല്ലോ? അപ്പൊ ഇതിൽ ഞാൻ ഒരെണ്ണം മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതാ ഈ ഒരു ലൈൻ മാത്രം ഞാൻ എടുക്കുകയാണെങ്കിൽ, ഒരു സിംഗിൾ എലമെന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ അതെന്താണ്, അതിനെ ഞാൻ റേ എന്ന് പറയും കേട്ടോ. ഈ കൂട്ടത്തിന് എന്ത് പറയും? ഫുൾ കൂട്ടത്തിനെ നമ്മൾ ബീം എന്ന് പറയും.
ക്ലിയർ? യെസ്. അപ്പോൾ ഇത്ര മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നോക്കാം, ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ ലേസർ ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളത്തിൻ്റെ അകത്തേക്ക് ആദ്യം ഈ ലേസർ ലൈറ്റിനെ അടിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ലൈറ്റ് റേനെ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ ലേസർ എന്താ പറയുക, ലേസർ ടോർച്ച് ഉണ്ടല്ലോ, ആ ലേസർ ടോർച്ചിൽ നിന്ന് ഈ വരുന്ന റേ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഈ വരുന്ന ലൈറ്റ് റേ ഏതാണോ ആ വെള്ളത്തിൻ്റെയും അതുപോലെ എയറിൻ്റെ സർഫേസ് ഓഫ് സെപ്പറേഷനിൽ വന്ന് വീഴുന്നത്, ഇതിന് നമ്മൾ പറയുന്നത് സർഫേസ് ഓഫ് സെപ്പറേഷൻ എന്നാട്ടോ. സർഫേസ് ഓഫ് സെപ്പറേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് ഈ രണ്ട് മീഡിയത്തിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ രണ്ട് മീഡിയത്തിനെയും എന്താണ് അവിടെ ഒരു എന്താ പറയുക ഡിഫറൻഷിയേറ്റ് ചെയ്യുമല്ലോ, ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ടാവുമല്ലോ, അതിനാണ് നമ്മൾ എന്താ പറയുക സർഫേസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഈ ഒരു സർഫേസ് ഓഫ് സെപ്പറേഷനിൽ വന്ന് വീഴുന്ന ഈ ഒരു ലൈറ്റ് റേനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയും. ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ പണ്ട് റിഫ്ലക്ഷനിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഇതിനെന്ത് പറയും? ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ. ക്ലിയർ? ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പോയിന്റ് എവിടെയാണോ ഈ ഒരു ലൈറ്റ് റേ വന്ന് വീണത്, യെസ്, അപ്പോൾ അതിനെ നമുക്ക് എന്താ പറയാം, അത് നമുക്ക് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. ക്ലിയർ? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പഠിക്കുമ്പോൾ അവിടെ നമ്മളൊരു കാര്യം പഠിച്ചായിരുന്നു. ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നമ്മൾ എന്ത് ചെയ്യും, സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഇമാജിനറി ലൈൻ വരക്കുന്നു പറഞ്ഞായിരുന്നു. ഇതാ ഈ ഡോട്ടഡ് ലൈൻ, ഇതിന് നമ്മൾ എന്ത് പറയും? ഇതിന് നമ്മൾ നോർമൽ എന്ന് പറയും അല്ലേ? നോർമൽ എന്ന് പറയും. ഓർമ്മയുണ്ടല്ലോ? ഇനി ഇവിടെ നമ്മുടെ ഈ ഒരു റേ ഓഫ് ലൈറ്റിൽ ഒരു ബെൻഡിങ് ഉണ്ടാവുന്നു, ഇതിന്റെ പാത്തിൽ ഒരു ബെൻഡിങ് ഉണ്ടാവുന്നു. എന്നിട്ട് ഇതെന്ത് ചെയ്യും? ഇതാ ഇതുപോലെയാണ് പാസ് ചെയ്യുക അല്ലേ? ഇതുപോലെ ഒരു ബെൻഡിങ് ഉണ്ടാവും. എന്നിട്ട് ഇതെന്ത് ചെയ്യാണ്? ഇതാ ഇതുപോലെ പോവാണ്. സോ ഈ ഒരു റേ ഓഫ് ലൈറ്റ്, ഓക്കെ, റിഫ്രാക്ഷന് ശേഷം ഈ പാസ് ചെയ്ത ഈ ഒരു റേ ഓഫ് ലൈറ്റിനെ നമ്മൾ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയും. വാട്ട് വി കോൾ ഇറ്റ് ആസ്? വി കോൾ ഇറ്റ് ആസ് റിഫ്രാക്റ്റഡ് റേ. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ഒരു ആംഗിൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഇതിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ക്ലിയർ? ഈ ഒരു ആംഗിളിനെ നമ്മൾ എന്ത് പറയും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ റിഫ്രാക്റ്റഡ് റേയും നോർമലിന്റെ ഇടയിൽ എന്തുണ്ട്? ഒരു ആംഗിൾ ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് പറയും? വി കോൾ ഇറ്റ് ആസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സ്മോൾ ആർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അതിനെന്ത് പറയും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓർത്തു വെക്കുക. ഇതൊക്കെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ്, ഇതൊക്കെ ഓർത്തു വെക്കുക. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കുക. സോ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇൻസിഡന്റ് റേ എന്താണെന്നും റിഫ്രാക്റ്റഡ് റേ എന്താണെന്നും നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും. അപ്പോൾ ഇവിടെ രണ്ട് ഫിഗേഴ്സ് ഉണ്ട്. നോക്കിയേ, ഇവിടെ നമ്മുടെ രണ്ട് ഫിഗേഴ്സ് ഉണ്ട്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ തന്നെയാണ്. ഇനി ഇവിടെ നോക്കുക, 1.7A ഫിഗർ ഉണ്ട്, 1.7B ഫിഗർ ഉണ്ട്. അപ്പോൾ ഈ 1.7A ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ ഇൻസിഡന്റ് റേ ഏതാണ്? AB ആണ്. ഡൗട്ട് ഒന്നുമില്ലോ, AB ആണ്. റിഫ്രാക്റ്റഡ് റേ ഏതാണ്? 1.7A റിഫ്രാക്റ്റഡ് റേ ഏതാണ്? ഇതാ BC അല്ലെ? BC ആണ് നമ്മുടെ റിഫ്രാക്റ്റഡ് റേ. ഞാൻ ഇവിടെ എഴുതാം BC. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോക്കിയേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ യെസ് ABN ഇവിടെ എഴുതിയിട്ടുണ്ട്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നോക്കിയേ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ പറയുമ്പോൾ ഏതാണ്? CBN. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാല് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ നോക്കിയ ജസ്റ്റ് ഈ ഒരു റേ അല്ലെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ഈ ഒരു ആംഗിൾ നോക്കുക, ഇവിടെ ഫോം ചെയ്യുന്ന ഈ ഒരു ആംഗിൾ നോക്കുക. ഏത് ആംഗിൾ ആയിരിക്കും കുറവ്? ഈ ആംഗിൾ ആണോ കുറവ്, അതോ ഈ ഒരു ആംഗിൾ ആണോ കുറവ്? ഏതാ കുറവ്? യെസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് കുറവ്. കണ്ടോ, 1.7A ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് കുറവ്. ഓർത്ത് വെക്കുക. യെസ്, അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് ഇറ്റ് ഈസ് ലെസ് ദാൻ അല്ലെ? ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി 1.7Bയിലേക്ക് വന്നേ. 1.7Bയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നത് ഇതുപോലെയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൈറ്റ് റേന്റെ ആ ഒരു പാത്തിൽ നമ്മൾ ആരോ മാർക്ക് ഡിനോട്ട് ചെയ്യും. നമ്മൾ ഇതുപോലെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. എപ്പോഴും പരീക്ഷയ്ക്ക് നിങ്ങൾ ഓർത്തു വെക്കുക, ഇതുപോലെ ആരോ മാർക്ക് ഏതിലാണോ നിങ്ങൾ കാണുന്നത്
അതാണ് റേ ഓഫ് ലൈറ്റ് കേട്ടോ. ഓക്കെ, കൺഫ്യൂഷൻ പാടില്ല. ആ ഒരു റേ ഓഫ് ലൈറ്റ് നമ്മൾ എവിടുന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ആരോ മാർക്ക് നോക്കിയിട്ടാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് എയറിലേക്കാണ്, അല്ലെ വെള്ളത്തിൽ നിന്ന് വായുവിലേക്കാണ് എന്ത് പോകുന്നത്? നമ്മുടെ റേ ഓഫ് ലൈറ്റ് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ആംഗിൾ ആണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏതാണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതാണ്. ഇൻസിഡന്റ് റേ ഏതാണ്? യെസ്, ഇതാണ് PQ ആണ് അല്ലെ. ഇവിടെ എഴുതാം. ഇൻസിഡന്റ് റേ ഏതാണ്? PQ. ക്ലിയർ അല്ലേ? PQ. ഇനി റിഫ്രാക്റ്റഡ് റേ ഏതാണ്? QR. അതേപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോക്കി കഴിഞ്ഞാൽ PQN ഡാഷ് അല്ലെ. PQN ഡാഷ് ആംഗിൾ PQN ഡാഷ്. ക്ലിയർ? ഇനി അതുപോലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നോക്കി കഴിഞ്ഞാലോ RQN ആണോ അല്ലയോ? RQN. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ കൂടുതൽ അതോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണോ കൂടുതൽ? ജസ്റ്റ് നോക്കിയേ, ഇതെങ്ങനെയായിരുന്നു പോവേണ്ടത്? ഈ ഒരു ഇൻസിഡന്റ് റേ ഇതുപോലെ ആയിരുന്നു നേരെ പോകേണ്ടത് അല്ലെ. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഇത് ഇങ്ങോട്ടാണ് പോയത്. അതായത് ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇറ്റ് ഈസ് മോർ ദാൻ ദിസ് പെർട്ടിക്കുലർ ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാളും കൂടുതലാണ് ഈ ഒരു ആംഗിൾ. സോ ഐ വിൽ റൈറ്റ് ഹിയർ, ഞാൻ എന്താ എഴുതാ? മോർ ദാൻ. ഓക്കെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാളും കൂടുതലാണ്. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നോക്കുക, സപ്പോസ് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ലേസർ ടോർച്ച് ഓൺ ആക്കാണ്. സോ അങ്ങനെ ആകുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ലൈറ്റ് റേയിൽ ഒരു ബെൻഡിങ് ഉണ്ടാവുമോ? ഞാൻ ജസ്റ്റ് ചുമ്മാ നമ്മൾ ഓൺ ആക്കാറില്ലേ? ചുമ്മാ ഓൺ ആക്കാണ്. ഞാൻ വെള്ളത്തിനകത്തേക്കോ അല്ലെങ്കിൽ ഗ്ലാസിന്റെ അകത്തേക്കോ ഡയമണ്ട് അകത്തേക്കല്ല ഞാൻ പാസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എയറിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഓൺ ആക്കാണ്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ആ ഒരു റേ ഓഫ് ലൈറ്റ് നേരെ സ്ട്രേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? പ്രൊപ്പഗേറ്റ് ചെയ്യും. ആണോ അല്ലയോ? സ്ട്രേറ്റ് ആയിട്ട് പോകും. അതിലൊരു ബെൻഡിങ് ഉണ്ടാവുമോ? അതിൽ ബെൻഡിങ് ഉണ്ടാവില്ല. ക്ലിയർ? അതായത് ഇവിടെ ജസ്റ്റ് ഒരു മീഡിയം മാത്രമാണെങ്കിൽ, ഓൺലി വൺ മീഡിയം, ഇവിടെ ഒരു മീഡിയം മാത്രമേ ഉള്ളൂ. ആ മീഡിയം ഏതാണ്? ആ മീഡിയം എയർ ആണ്. ആണോ അല്ലയോ? ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവില്ല? ഇവിടെ റിഫ്രാക്ഷൻ ഉണ്ടാവില്ല, അതായത് ബെൻഡിങ് ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ബെൻഡിങ് ഉണ്ടാവില്ല, നോ ബെൻഡിങ്. ഓർത്തു വെക്കണേ. ഇനി അതേപോലെ മറ്റേ കേസ് ഏതാണെന്ന് വെച്ചാൽ, സപ്പോസ് ഞാൻ ഈ ലേസർ ടോർച്ച് ഓൺ ആക്കുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണെന്ന് വിചാരിക്കുക. അതായത് നേരെ മുകളിൽ നിന്ന് ഞാൻ താഴേക്കാണ് ഓൺ ആക്കുന്നത് വിചാരിക്കുക കേട്ടോ. നേരെ മുകളിൽ താഴേക്കെന്ന് വെച്ചാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് നമ്മളെ സർഫേസ് ഓഫ് സെപ്പറേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിൽ നമ്മൾ നോർമൽ വരക്കാറില്ലേ, ആ നോർമലിന്റെ അതേ ഡയറക്ഷനിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ലൈറ്റ് ഞാൻ കടത്തി വിടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു കേസിലും എന്ത് സംഭവിക്കില്ല? ഈ ഒരു കേസിലും റിഫ്രാക്ഷൻ സംഭവിക്കില്ല, ഒരു ബെൻഡിങ്ങും സംഭവിക്കില്ല. ആ ഒരു ലൈറ്റർ എന്ത് ചെയ്യും? നേരെ പാസ് ചെയ്യും, നേരെ പ്രൊപ്പഗേറ്റ് ചെയ്യും, ഒരു ബെൻഡിങ്ങും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ കാണുന്നുണ്ടല്ലോ, നേരെ പോകും. ക്ലിയർ? അതിപ്പോ എയർന്ന് വാട്ടറിലേക്കായാലും അതേപോലെ ഗ്ലാസ് വാട്ടറിലേക്കായാലും എവിടുന്ന് എങ്ങോട്ടായാലും വർട്ടിക്കലി ഡൗൺവേർഡ്സ് പെർപെൻഡിക്കുലർ ആയിട്ട്, സർഫേസ് ഓഫ് സെപ്പറേഷന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് നോർമലി ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിലൊരു ബെൻഡിങ് ഉണ്ടാവില്ല. ഓർത്തു വെക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു കേസിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ് നോക്കിയാൽ നോർമലി ആണ് പാസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറയുന്നത് 0 ആണ്, 0 ഡിഗ്രിയാണ്. കാരണം ഇത് തന്നെയല്ലേ നോർമൽ, ഇതാണ് നോർമൽ. അപ്പൊ നോർമലിന്റെ അതേ ഡയറക്ഷനിലാണെന്ന് പോകുന്നത് ഈ ലൈറ്റർ പോകുന്നത്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായിരിക്കും? ഇവിടെ 0 ആണ്. ഓർത്തു വെക്കുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. യെസ്, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. When light travels through a single medium, എന്ത് സംഭവിക്കുന്നു? The path of the light will be a straight line. ഒരു ഡീവിയേഷനും ഇല്ല, ഡയറക്ഷനിൽ ഒരു ബെൻഡിങ് ഇല്ല. A ray of light undergoes a deviation at the surface of separation when it enters obliquely from one medium to another. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് എന്താണ് ഒരു ലൈറ്ററെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന്റെ പാത്തിൽ ഒരു ബെൻഡിങ് ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മളെ നോർമലി അല്ലാത്ത കേസിൽ, നോർമലി ആണ് പാസ് ചെയ്തെങ്കിൽ എന്താവും നോക്കാം. ഇവിടെ there will be no deviation in the path of the ray of light incident normally. നോർമലിന്റെ അതേ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്ന ഒരു റേയിൽ ബെൻഡിങ് സംഭവിക്കില്ല. അല്ലാത്ത പക്ഷം
ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് പോകുന്ന ഒരു ലൈറ്റ് റേയിൽ ഒരു എന്തുണ്ടാവും, അതിന്റെ പാത്തിൽ ഒരു ഡീവിയേഷൻ അഥവാ ബെൻഡിങ് ഉണ്ടാവും കേട്ടോ. എവിടെയാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ദ സർഫേസ് ഓഫ് സെപ്പറേഷൻ. സർഫേസ് ഓഫ് സെപ്പറേഷനിലാണ് ഈ ബെൻഡിങ് സംഭവിക്കുന്നത്. ഓക്കെ, സർഫേസ് ഓഫ് സെപ്പറേഷൻ അറിയാലോ, ഞാൻ പറഞ്ഞു ഓൾറെഡി. രണ്ട് മീഡിയത്തിന് ആ ഒരു ബൗണ്ടറി. ക്ലിയർ? ഇനി ഈ വാല്യൂസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ നല്ലത്. അതായത് നമ്മുടെ എയറിലാണ് ലൈറ്റിന്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ കേട്ടോ. നോക്കാം, ലൈറ്റിന്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ എയറിലാണ് ഈ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ വാക്യൂമിലാണ് കേട്ടോ. വാക്യൂമിലാണ് നമ്മുടെ ലൈറ്റിന്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ. അത് എത്രയാണ്? 3 × 10⁸ m/s ആണ്. ഓക്കെ, എയറിലാകുമ്പോൾ ഈ വാല്യൂ വരുന്നത് 2.999 അങ്ങനെ പോവാണ്. ഓക്കെ, അപ്പൊ 2.999 വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അത് 3 ആയിട്ട് എടുക്കുക ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ എയർ 3 × 10⁸ m/s എന്ന് എടുത്തത്. ക്ലിയർ? ഇനി വെള്ളത്തിലാവുമ്പോൾ ആ വാല്യൂ എന്തായി? കുറച്ച് കുറഞ്ഞു. 2.25 × 10⁸ m/s ആയി. എന്താണ് ഈ 10⁸ എന്ന് വെച്ചാൽ? 3 × 10⁸ എന്ന് പറയുന്നത് എന്താണ്? 3ഉം അതേപോലെ 8 0 ഇട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 8. എന്തുകൊണ്ട് 8 zeros? ഇവിടെ 10⁸ ആണുള്ളത്. 10⁸ ആണെങ്കിൽ 7 0 ഇട്ടാൽ മതി. 6 ആണെങ്കിൽ 6 0 ഇട്ടാൽ മതി കേട്ടോ. 10⁸ ആയതുകൊണ്ട് ഇവിടെ 3 എഴുതുക, ബാക്കി 8 zeros ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയും മീറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. മീറ്റേഴ്സ് ഒരു സെക്കൻഡിൽ. നിങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് ടോർച്ച് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് അപ്പൊ തന്നെ എത്തുന്നില്ലേ? എവിടെയാണോ നിങ്ങൾക്ക് കാണുന്നത് അവിടെ എത്തുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? കാരണം ഒരു സെക്കൻഡില് ഇത്രയും മീറ്റേഴ്സ് ആണ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി വാട്ടറിലാവുമ്പോൾ എന്തായി? കുറച്ച് കുറഞ്ഞു, ആ വാല്യൂ കുറഞ്ഞു. ഇനി ഗ്ലാസ്സിലാവുമ്പോഴോ 2 ആയി. 2 × 10⁸ ആയി. അതേപോലെ തന്നെ ഡയമണ്ടിലാവുമ്പോഴോ 1.25 × 10⁸ m/s ആയി. ക്ലിയർ? അപ്പോൾ ഈ വാല്യൂസ് ഓർത്തു വെക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ഇവിടെ ഓരോ മീഡിയത്തില് ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് പറയാം ലൈറ്റിന്റെ ശരിക്കുള്ള സ്പീഡ് എന്താണ്? 3 × 10⁸ m/s ആണ് അല്ലെ? ഈ ഓരോ മീഡിയം എന്ത് ചെയ്യാണ്? ലൈറ്റിന്റെ സ്പീഡിനെ എഫക്റ്റ് ചെയ്യാണ്. ആണോ അല്ലയോ? ലൈറ്റിന്റെ സ്പീഡിനെ കുറക്കുകയാണ്, അല്ലെങ്കിൽ ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. എന്താ ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ? മീൻസ് എഫക്റ്റ് ചെയ്യുന്നു അല്ലെ? ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വീഡിയോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വെച്ചാൽ അതായത് അവര് ഓരോ കണ്ടന്റ് അല്ലെങ്കിൽ അവരുടെ ഓരോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് ആ ഒരു ചേഞ്ച് നമ്മളിൽ വരുത്തുന്നു അല്ലെ? അതാണ് ഇൻഫ്ലുവൻസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേപോലെ ഇവിടെ ഈ ഓരോ മീഡിയം എന്ത് ചെയ്യാണ്? ഓരോ മീഡിയം ലൈറ്റിന്റെ സ്പീഡിനെ എഫക്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാണ്, അല്ലെങ്കിൽ ലൈറ്റിന്റെ സ്പീഡിനെ കുറയ്ക്കാണ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു കഴിവിനെ നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയും, ആ ഒരു മീഡിയത്തിന്റെ കേട്ടോ. അതായത് ലൈറ്റിന്റെ സ്പീഡിനെ എഫക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു മീഡിയത്തിന്റെ എബിലിറ്റിനെ നമ്മൾ എന്ത് പറയുന്നു? അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഏത് മീഡിയ ആണ് ലൈറ്റിന്റെ സ്പീഡിനെ ഏറ്റവും കുറക്കുന്നത്? കൂടുതലായിട്ട് കുറക്കുന്നത് ഏതാണ്? ഡയമണ്ട് ആണ് അല്ലെ? ഡയമണ്ടിലാണ് ലൈറ്റിന്റെ സ്പീഡ് ഏറ്റവും കുറവുള്ളത്. സോ ഐ ക്യാൻ സേ ഡയമണ്ട് എന്താണ്? ഡയമണ്ടിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ ഡയമണ്ടിന് ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. ക്ലിയർ? അപ്പൊ ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിനെ നമ്മൾ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറയുന്നു. ക്ലിയർ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിന്, അതായത് ലൈറ്റിന്റെ സ്പീഡിനെ നല്ലോണം എഫക്റ്റ് ചെയ്യുന്ന ആ മീഡിയത്തിനെ നമ്മൾ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്നും, അതേപോലെ ലൈറ്റിന്റെ സ്പീഡിനെ ചെറിയ രീതിയിൽ മാത്രം എഫക്റ്റ് ചെയ്യുന്ന മീഡിയത്തിനെ നമ്മൾ ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മൾ എന്താ പഠിച്ചതെന്ന്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, the speed of light differs in various mediums due to the difference in their optical densities. Clear? ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമ്മളെ സാധാ ഡെൻസിറ്റി അല്ല കേട്ടോ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പറയാണ് നമ്മുടെ സാധാരണ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഡെൻസിറ്റി ഇല്ലേ, മെറ്റീരിയൽ ഡെൻസിറ്റി ഇല്ലേ, അത് രണ്ടും സെയിം അല്ല, വേറെ വേറെയാണ് കേട്ടോ. ഓക്കെ, the ability of a medium to influence the speed of light through the medium is its optical density. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു മീഡിയത്തിന് നമ്മൾ എന്ത് പറയും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു മീഡിയത്തിന് നമ്മൾ
ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറയുന്നു. വാട്ട് ഡു വി കോൾ ഇറ്റ് ആസ്? വി കോൾ ഇറ്റ് ആസ് ഒപ്റ്റിക്കലി ഡെൻസർ അഥവാ നമ്മൾ അതിനെ നോർമലി ഡെൻസർ എന്നും പറയും. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള ഒരു മീഡിയത്തിന് നമ്മൾ എന്ത് പറയും? ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്ന് പറയും. ഒപ്റ്റിക്കലി റെയറർ. ഓക്കെ, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് റെയറർ, സിംപ്ലി റെയറർ എന്നും നമുക്ക് പറയാം. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? The speed of light will be lower in a medium of higher optical density. ഓക്കെ, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ എന്താവും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു മീഡിയം, ഫോർ എക്സാമ്പിൾ ഡയമണ്ട് എടുക്കുകയാണെങ്കിൽ, ഡയമണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്തായിരിക്കും? ലൈറ്റിന്റെ സ്പീഡ് കുറവായിരിക്കും. ക്ലിയർ? ഇനി അതേപോലെ തന്നെ ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയർ ഇൻ എ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഫോർ എക്സാമ്പിൾ എയർ തന്നെ ഞാൻ എടുക്കുകയാണ്. എയർ എടുത്തു കഴിഞ്ഞാൽ എയറിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? വളരെ കുറവാണ്. അതുകൊണ്ടാണ് എന്ത്? ലൈറ്റിന്റെ സ്പീഡ് വളരെ കൂടുതൽ എയറിൽ. മനസ്സിലായല്ലോ? യെസ്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹാസ് നോ റിലേഷൻ വിത്ത് മെറ്റീരിയൽ ഡെൻസിറ്റി. ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് ഈ റിഫ്രാക്ഷൻ? നമ്മൾ ഓൾറെഡി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പഠിച്ചു. ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് പറയാ? റിഫ്രാക്ഷന്റെ ഡെഫിനേഷൻ പറയാം. ശ്രദ്ധിച്ച് നോക്കുക, ശ്രദ്ധിച്ച് ഇവിടെ നോക്കുക. When a ray of light enters from one medium to another medium of different optical densities, നമുക്കറിയാം, അതായത് രണ്ട് മീഡിയത്തിനും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെന്റ് ആണെന്ന് നമുക്കറിയാം. യെസ്. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേ പാസ് ചെയ്യുന്നു. ഈ രണ്ട് മീഡിയത്തിനും ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് എന്താണ്? ഡിഫറെന്റ് ആണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? The light ray undergoes a deviation at the surface of separation of the mediums. Surface of separation എന്ത് സംഭവിക്കുന്നു? ഒരു ഡീവിയേഷൻ ഉണ്ടാവും ലൈറ്റ് റേയിലെ. സോ ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയാ? റിഫ്രാക്ഷൻ എന്ന് പറയാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. മനസ്സിലായല്ലോ? When a ray of light enters obliquely from one medium to another, പിന്നെ ഇമ്പോർട്ടൻ്റ് ഏതാണ്? ഓഫ് ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. ക്ലിയർ? സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണെങ്കിലോ സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആവാൻ ചാൻസ് ഇല്ല. സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അത് ഒരു മീഡിയം തന്നെ ആയിരിക്കും. മനസ്സിലായോ? അതായത് എയറിന് എയറിലേക്ക് പോകണം, അല്ലെങ്കിൽ വാട്ടറിന് വാട്ടറിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയാൻ പറ്റൂ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കില്ല? അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കില്ല, കാരണം സെയിം മീഡിയത്തിലേക്ക് കൂടി പോവാണ്. ക്ലിയർ? ഓർത്തുക്കണേ. ഇറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദി സർഫേസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദി മീഡിയംസ്. ദിസ് ഇസ് നോൺ ആസ് വാട്ട്? റിഫ്രാക്ഷൻ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച എന്താണ്? ജസ്റ്റ് ജനറൽ ആയിട്ട് നമ്മൾ പഠിച്ച എന്താണ് നമുക്ക് നോക്കാം. ഒരു മീൻസ് ഒരു ലൈറ്റ് റേന് റിഫ്രാക്ഷൻ, ഓക്കെ, ദ എബിലിറ്റി ഓഫ് ലൈറ്റ് ടു അണ്ടർഗോ റിഫ്രാക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഡിപ്പെൻഡ്സ് ഓൺ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദി മീഡിയം. എത്രത്തോളം റിഫ്രാക്ഷൻ നടക്കണം, അല്ലെങ്കിൽ എത്രത്തോളം ബെൻഡിങ് നടക്കണം, അത് ആ ഒരു മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. കേട്ടോ? അതുമാത്രമല്ല, ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് റിലേറ്റഡ് ആണ്. കേട്ടോ? ഓർത്തോക്കണേ. എന്താണ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. അതായത് ഇപ്പോൾ എയറിൽ 3 × 10⁸ m/s ആണ് ലൈറ്റിന്റെ സ്പീഡ്, അല്ലെ? അതേപോലെ ഗ്ലാസ്സിലേക്ക് എത്തുമ്പോൾ കുറയുന്നു. യെസ്, 2 × 10⁸ m/s ആണല്ലോ. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, ഈ മീൻസ് ഗ്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് എത്ര ടൈംസ് കുറയുന്നു, അല്ലെങ്കിൽ എത്ര മടങ്ങ് കുറയുന്നു, അതിനാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. ഓക്കെ, മീൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിനോട്ട്സ് ദ ടൈംസ് ഓർ the factor by which the speed of light gets reduced. Clear? Okay, അതിനാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയാം. ജസ്റ്റ് ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തിന് റിലേറ്റഡ് ആണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റിലേറ്റഡ് ആണെന്ന് പറയുന്നു. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആ മീഡിയത്തിന്റെ കൂടുതലായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ? ഞാൻ ഇവിടെ എഴുതാം. ഒരു മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെന്ന് മീൻസ് നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുതലാണ്. നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ഡയമണ്ട് എടുക്കാണെന്ന് വിചാരിക്കും. ഡയമണ്ടിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലല്ലേ? ലൈറ്റിന്റെ സ്പീഡിനെ എഫക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുതലല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ സ്പീഡ് എന്താണ്?
ഇറ്റ് ഡിക്രീസസ് ബൈ മോർ നമ്പർ ഓഫ് ടൈംസ് അല്ലെ. അതായത് മീൻസ് ആ ഒരു ഫാക്ടർ കൂടുതലായിരിക്കും, എത്ര മടങ്ങാണോ കുറഞ്ഞത് അത് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് എന്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കുറവ്. The role of refractive index is very important in designing various optical devices. ഈ മീൻസ് നമ്മുടെ ഈ ലെൻസ് ആയിക്കോട്ടെ, ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ഓക്കെ, ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി എന്തുണ്ട്, ദ റോൾ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ഇനി അടുത്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് ഇപ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഞാൻ നേരത്തെ പറഞ്ഞു എത്ര മടങ്ങ് കുറയുന്നു അതിനാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. നമ്മൾ പക്ഷേ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. ഞാൻ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്. നിങ്ങൾക്ക് ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫാക്ടർ തന്നെയാണ് കിട്ടുക. എത്ര ടൈംസ് ആണ് ലൈറ്റിന്റെ സ്പീഡ് കുറഞ്ഞത് അതാണ് നിങ്ങൾക്ക് ഇത് ഡിവൈഡ് ചെയ്താൽ കിട്ടുക കേട്ടോ. ഇനി വേറെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു റേഷ്യോ ആണ്. റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? റേഷ്യോ എന്ന് വെച്ചാൽ ഇതിന് എന്തില്ല, യൂണിറ്റ് ഇല്ല കേട്ടോ. യൂണിറ്റ് ഇല്ല, യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ? സോ നിങ്ങൾ ഓർക്കുക എപ്പോഴും ഇതിന് യൂണിറ്റ് ഇല്ല. സോ ഇറ്റ് വുഡ് ബി എ നമ്പർ. ഇതിന് ആൻസർ ഒരു നമ്പർ ആയിരിക്കും. നമ്മൾ സാധാരണ പറഞ്ഞ ഒരു നമ്പർ 1, 2, 3 അല്ലെങ്കിൽ ഡെസിമലും ആവാം. ക്ലിയർ? യൂണിറ്റ് ഇല്ല. കാരണം എന്താണ്? കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. സ്പീഡിന്റെ യൂണിറ്റ് എന്താണ്? മുകളിൽ എന്ത് വരും? മുകളിൽ മീറ്റർ പെർ സെക്കൻഡ് വരൂലേ? മുകളിൽ മീറ്റർ പെർ സെക്കൻഡ് വരും. താഴെയോ? താഴെ എന്താണ്? സ്പീഡ് തന്നെയാണ്. അപ്പൊ താഴെ മീറ്റർ പെർ സെക്കൻഡ് വരും. സോ ഈ രണ്ട് യൂണിറ്റ്സ് ക്യാൻസൽ ആവും. അതുകൊണ്ടാണ് ഇതിന് എന്തില്ലാത്ത യൂണിറ്റ് ഇല്ലാത്തത്. മനസ്സിലായല്ലോ? മറ്റ് വേറെന്താ ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ റേഷ്യോ ഓഫ് എന്ന് കണ്ടാൽ ഉറപ്പിച്ചോ അതിന് യൂണിറ്റ് ഇല്ല. ക്ലിയർ? നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാഗ്നിഫിക്കേഷൻ കേട്ടിട്ടുണ്ടാവുമല്ലോ ലൈറ്റ് ചാപ്റ്റർ പഠിക്കുമ്പോൾ. മാഗ്നിഫിക്കേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? റേഷ്യോ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ്. സോ മാഗ്നിഫിക്കേഷൻ എന്തില്ല? യൂണിറ്റ് ഇല്ല. ക്ലിയർ? അപ്പോൾ ഓർക്കുക ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n is equal to the speed of light in vacuum divided by speed of light in the medium, or നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ n വെച്ചിട്ടാണ്. n is equal to സ്മോൾ ലെറ്റർ c divided by സ്മോൾ ലെറ്റർ v. ഇവിടെ n പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സും c എന്ന് പറയുന്നത് വാക്യൂമിലുള്ള ലൈറ്റിന്റെ സ്പീഡും, അതേപോലെ തന്നെ v എന്ന് പറയുന്നതോ ഒരു മീഡിയത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ്. അതായത് ഇവിടെ ഏത് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ പറയുന്നത് ആ ഒരു മീഡിയത്തിലെ ലൈറ്റിന്റെ സ്പീഡാണ് v വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് വരാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ n തന്നിട്ട് v ചോദിക്കാം കണ്ടുപിടിക്കാൻ, അതേപോലെ തന്നെ v തന്നിട്ട് വേണമെങ്കിൽ n എത്രയാണെന്ന് ചോദിക്കാം. ഓക്കെ, സിന്റെ വാല്യൂ അതൊരു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് എയറിൽ എത്രയാണോ അത് തന്നെയാണ് വാക്യൂമിലും വരിക. സോ ആ ഒരു വാല്യൂ പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ ഒരു വാല്യൂ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരാം, ബ്രാക്കറ്റിൽ തരാം ഗിവൺ എന്ന് പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു വാല്യൂ ഓർത്ത് വെക്കണം. കേട്ടല്ലോ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എയറിൽ കണ്ടോ, എയറിൽ നോക്കിയേ, എയറിലാകുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്ക് ഓൾറെഡി അറിയാം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു c/v. ഓർത്ത് വെക്കുക, c എന്ന് പറയുന്നത് വാക്യൂമിലുള്ള ലൈറ്റിന്റെ സ്പീഡാണ്. വാക്യൂമിലുള്ള ലൈറ്റിന്റെ സ്പീഡ് എയറിലുള്ള അതേ സ്പീഡിന് ഈക്വൽ ആണ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് 1. n 1 ആണ് എയറിന് അല്ലെ. അടുത്ത ഗ്ലാസ് ആണ്. ഗ്ലാസ് ആകുമ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഗ്ലാസ് ആകുമ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. n is equal to c/v അല്ലെ. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ എന്തായി? താഴെ എന്ത് വന്നു? താഴെ 2 × 10⁸ എന്ന് വരും. ഓക്കെ, 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സോ എന്തായിരിക്കും ആൻസർ കിട്ടുക? 3/2 ചെയ്താൽ അത്ര കിട്ടുക. 3/2 ചെയ്താൽ 1.5 ആണ് കിട്ടുക. സോ ദ ആൻസർ ഈസ് 1.5. അതേപോലെ ബാക്കി എന്തായി? ഇവിടെ 10⁸ എന്തായി? 10⁸ 10⁸ ക്യാൻസലായി, യൂണിറ്റും ക്യാൻസലായി. സോ കണ്ടോ, ഇവിടെ യൂണിറ്റ് ഇല്ല കേട്ടോ, നമ്പർ മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ അതേപോലെ നമ്മുടെ വാട്ടറിനുണ്ട്. അപ്പൊ വാട്ടറിൻ്റെ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചെയ്തിട്ട് കമന്റ് ബോക്സിലൊന്ന് എത്രയാണ് ആൻസർ എന്നൊന്ന് പറയണേ കേട്ടോ. ഒന്ന് സ്വന്തമായിട്ട് ചെയ്യാം. ക്ലിയർ? അപ്പൊ ഇവിടെ നമ്മളോട് n ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, v തന്നിട്ടുണ്ട്. ഇതേപോലെ തിരിച്ചു ചോദിക്കാം. എങ്ങനെ? n തന്നിട്ട് v കണ്ടുപിടിക്കാൻ പറയാം. ഓക്കെ,
അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് ചെയ്താൽ മതി. സീൻ്റെ വാല്യൂ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, 3 × 10⁸ m/s. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ വാട്ടറിന്റെ കേസ്, ഈ മൂന്നാമത്തെ കേസ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ആൻസർ പറയണേ. യെസ്. ഇനി if the refractive index of diamond is 2.4, what is the speed of light that passes through it? എന്താ പറയുന്നത്? ഡയമണ്ടിന്റെ അകത്ത് അല്ലെ, ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 2.4 ആണെങ്കിൽ അതിലേക്കൂടിയുള്ള ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിവൺ വാല്യൂസ് എഴുതാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് ഫസ്റ്റ് എഴുതാം. എന്താ തന്നിട്ടുള്ളത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് അല്ലെ. ഗിവൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്മോൾ ലെറ്റർ n വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.4 അല്ലേ. എന്താ കണ്ടുപിടിക്കണ്ടേ? ടു ഫൈൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലേ, അഥവാ സ്മോൾ ലെറ്റർ v ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. ബാക്കി വേറെ നമുക്ക് എന്താ അറിയാം? നമുക്ക് ഓൾറെഡി സീൻ്റെ വാല്യൂ അറിയാം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം അറിയാം, 3 × 10⁸ m/s ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്കറിയാം n is equal to c/v, or n തന്നിട്ടുണ്ട് 2.4 is equal to 3 × 10⁸ divided by v അല്ലേ? എത്ര കിട്ടുക? v is equal to 3 × 10⁸ divided by 2.4. ഇത് ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്ന്? അതായത് ഈ വീനെ എനിക്ക് ഇപ്പോൾ ഇട്ടാൽ ഈ 2.4 എന്താവും? ഇത് താഴേക്ക് വരും. ക്ലിയർ? ഓക്കെ, അപ്പൊ എന്താ ആൻസർ കിട്ടുക? ഇവിടെ എന്താ ആൻസർ കിട്ടുക? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2.4 അല്ല. 3/2.4 എനിക്ക് എന്ത് ചെയ്യാം? 3/2.4 എന്ത് ചെയ്യാം നോക്കാം. 3/2.4 ബാക്കി 10⁸ ഞാൻ അങ്ങ് ദൂരെ ഒന്ന് തൽക്കാലത്തേക്ക് ഇടുകയാണ് കേട്ടോ. അത് തൽക്കാലം തൊടണ്ട, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ 3/2.4 നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? താഴെ ഡെസിമൽ ആണുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇതിനെ 10 മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യുന്നു. കുഴപ്പമുണ്ടോ? മുകളിലും താഴെയും 10 ഞാൻ മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടുക എനിക്ക്? അപ്പോൾ എന്താ കിട്ടുക നോക്കിയേ. എന്താ കിട്ടുക? 30 ഡിവൈഡഡ് ബൈ 24 എന്ന് കിട്ടൂലേ? 30 ഡിവൈഡഡ് ബൈ 24 എന്ന് കിട്ടും. യെസ്. സോ 2 × 15 ആണ് 30, 2 × 12 ആണെന്ത് 24 എന്ന് പറയുന്നത്. ഇനി 3 പോകുമല്ലോ. യെസ്, 3 × 4 ആണ് 12, 3 × 5 ആണ് 15. അപ്പോൾ 5/4 ആണ്. 5/4 എത്ര കിട്ടുക നമുക്ക്? 1 എന്ത് കിട്ടും? 1.25 എന്ന് കിട്ടും. ആണല്ലോ, 1.25 എന്ന് കിട്ടി അല്ലേ. സോ നമുക്ക് ആൻസർ കിട്ടി. എത്ര കിട്ടിയത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.25 കാണുന്നുണ്ടല്ലേ, ഇൻറ്റു 10⁸ m/s. ക്ലിയർ അല്ലേ? ആൻസർ കിട്ടി ഇവിടെ. ഓക്കെ, അങ്ങനെ ചെയ്യണം, മനസ്സിലായല്ലേ? ഈ 10⁸ തൽക്കാലം തൊടുകയോ വേണ്ട. ഡെസിമൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി 4, 5 എന്നൊക്കെ ഉണ്ടെങ്കിൽ, 2 വാല്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ? സോ ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത എന്താ പറയുന്നത്? അടുത്ത എന്താ ചോദിക്കുന്നത്? അടുത്തത് ആൻസർ ഫസ്റ്റത്തെ കേട്ടോ. ഇത് രണ്ടാമത്തെ ആണ്. ഇനി എഴുതാൻ വന്നേ ആൻസർ 2. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഹൗ ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള ഒരു മീഡിയം, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള ഒരു മീഡിയം എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കൂടുതലായിരിക്കണം അല്ലെ. ഫോർ എക്സാമ്പിൾ ഡയമണ്ട്. അപ്പോൾ അതിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലാണോ കുറവാണോ? കുറവാണ്. ഓക്കെ, സോ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി. സ്പീഡ് ഓഫ് ലൈറ്റ് is less അല്ലെ, is less in a medium of higher refractive index. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള ഒരു മീഡിയത്തിന് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള ഒരു മീഡിയത്തിലോ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നേരത്തെ നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് നോക്കിയായിരുന്നു 4 മീഡിയത്തിൽ: എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ടിൽ ആണല്ലോ. അപ്പൊ ഇതിലൊക്കെ ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആയിരുന്നു. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എന്താണ്? നമ്മുടെ വായുവിൽ നിന്ന് ജലത്തിലേക്കാണ് എന്ത് പോകുന്നത്? ലൈറ്റ് റേ പാസ് ചെയ്യുന്നത്. ഓക്കെ, ദ ലൈറ്റ് റേ പാസസ് ഫ്രോം എയർ ടു വാട്ടർ. ഇവിടെ നോക്കുക,
ഇവിടെ നോക്കുക, കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഈ രണ്ട് മീഡിയത്തിൽ നമുക്ക് ഓൾറെഡി അറിയാം ലൈറ്റിന്റെ സ്പീഡ് എയറിലാണ് കൂടുതൽ. ആണോ അല്ലയോ? എയറിലാണല്ലോ, അതായത് വായുവിലാണല്ലോ പ്രകാശ വേഗത കൂടുതൽ ആണ്. അപ്പോൾ ഏത് മീഡിയത്തിലാണോ ലൈറ്റിന്റെ സ്പീഡ് കൂടുതൽ, ലൈറ്റിന്റെ സ്പീഡ് ഏത് മീഡിയത്തിലാണോ കൂടുതൽ അതിനെ നമ്മൾ റേറർ മീഡിയം എന്ന് പറയും. റേറർ മീഡിയം. ഓക്കെ, നേരത്തെ നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒപ്റ്റിക്കലി റേറർ, ഒപ്റ്റിക്കലി ഡെൻസർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ തന്നെ അതന്നെ സെയിം അത് തന്നെയാണ്. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള ഒരു മീഡിയത്തിനാണ് നമ്മൾ ഒപ്റ്റിക്കൽ റേറർ എന്ന് പറയാം. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ അതിൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. സോ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലുള്ള മീഡിയത്തിന് നമ്മൾ എന്ത് പറയുന്നു? റേറർ മീഡിയം എന്ന് പറയുന്നു. ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് കുറവുള്ള ഒരു മീഡിയത്തിന് നമ്മൾ എന്ത് പറയുന്നു? ഡെൻസർ മീഡിയം എന്ന് പറയുന്നു. സ്പീഡ് ഓഫ് ലൈറ്റ് കുറവുള്ള ഒരു മീഡിയത്തിന് നമ്മൾ ഡെൻസർ മീഡിയം എന്ന് പറയുന്നു. ക്ലിയർ? ഞാൻ ഇവിടെ എഴുതാം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് മോർ. ഓക്കെ, ഇവിടെയോ? ഇവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് ലെസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എയർ എന്താണ്? റെയർ മീഡിയം ആണ്. വാട്ടർ എന്താണ്? ഡെൻസർ മീഡിയം ആണ്. അപ്പോൾ ഇതേപോലെ ഫിഗർ തന്നിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കാം. മനസ്സിലായോ? ഒരു ലൈറ്ററെ ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക്, അതിപ്പോൾ എയർന്ന് ഗ്ലാസ് ആവാം, വാട്ടർ ടു ഗ്ലാസ് ആവാം, എന്തും ആവാം. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാം കേട്ടോ. അങ്ങനെ ഫിഗർ തന്നിട്ട് ചോദിക്കും, അതായത് ഇവിടെ റെയർ മീഡിയം ഏതാണ്, ഡെൻസർ ഏതാണെന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ നമ്മുടെ ഫിഗറും അതേപോലെ തന്നെ ആ ഒരു ടേബിളിലെ വാല്യൂസ് ഓൾറെഡി ഓർമ്മയുണ്ടല്ലോ അല്ലേ? അത് ഓർത്തു വെക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ നോക്കുക. ഇവിടെ ഈ ഒരു ഫിഗറിൽ ഫസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എയർ ടു വാട്ടർ ആണ് ലൈറ്ററെ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി നിങ്ങൾക്കറിയാം ഏതാണ് റെയർ? നമ്മുടെ എയർ ആണ് റെയർ മീഡിയം അല്ലേ? അതേപോലെ വാട്ടർ എന്താണ്? വാട്ടർ ആണ് നമ്മുടെ ഡെൻസർ മീഡിയം. ക്ലിയർ? സോ ലൈറ്ററെ ഈസ് പാസിംഗ് ഫ്രം റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. സെക്കൻഡ് ഫിഗറിലും അതുപോലെ തന്നെ. ഓക്കെ, എയർ ടു ഗ്ലാസ് ആണ്, എയർ റെയറും ഗ്ലാസ് എന്താണ്? ഡെൻസർ ആണ്. ഈ രണ്ട് ഫിഗറിലും നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ലൈറ്ററെ പാസ് ചെയ്യുന്നത് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ്. അതുപോലെ തന്നെ ആ ഒരു ജസ്റ്റ് ലൈറ്ററിന്റെ ബെൻഡിങ് നോക്കിയേ, ലൈറ്ററിന്റെ ബെൻഡിങ് നോക്കിയേ, രണ്ടും ഒരേപോലെയാണ് അല്ലേ? ഇത് നമ്മുടെ നോർമൽ ആണല്ലോ, ഇത് നമ്മുടെ നോർമൽ ലൈനാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ, ലൈറ്ററെ പാസ് ചെയ്യുമ്പോൾ അതെങ്ങോട്ടാണ് ഡീവിയേറ്റ് ചെയ്യാന്നറിയോ? അത് നോർമലിന്റെ അടുത്തേക്കാണ് ഡീവിയേറ്റ് ചെയ്യുക. ഓക്കെ, ദ ലൈറ്റ് റേ ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ. ക്ലിയർ? ray of light passes from rarer medium to denser medium. What happens? The light ray bends or deviates towards the normal. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കണം. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മുടെ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതേപോലെ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ പാസ് ചെയ്യുന്നതെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെക്കാളും. ഇതും ഓർത്തു വെക്കാം കേട്ടോ. ഓക്കെ, ഇത് ഓർത്തു വെക്കണേ. ക്ലിയർ? ഇതൊക്കെ എന്തിനാ ഓർത്തു വെക്കാൻ പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ ഇതുപോലെ ഫിഗർ ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് മീഡിയം ആണ് അല്ലെങ്കിൽ എവിടുന്ന് അങ്ങോട്ടാണ് ലൈറ്റ് റേ പാസ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? മനസ്സിലായോ? അതായത് ഏതാണ് മീഡിയംസ് എന്ന് മനസ്സിലായോ? എവിടുന്ന് അങ്ങോട്ടാണ് ലൈറ്റ് റേ പാസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഓർത്തു വെക്കാൻ പറയുന്നത്. മനസ്സിലായല്ലോ? When a light ray passes from rarer medium to denser medium, the light ray bends towards the normal or the light ray deviates towards the normal. In അടുത്ത കേസ് നോക്കിയേ, ഇവിടെ എന്താ? The light ray passes from denser medium to rarer medium. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോവാണ്. നോക്കുക, ഇവിടെ നമ്മുടെ ഗ്ലാസ്സിൽ നിന്ന് വെള്ളത്തിലേക്ക് പോവാണ് അല്ലേ? ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് പോവാണ്, ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോവാണ്. രണ്ട് കേസസ് കണ്ടല്ലോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഇവിടെ റെയർ മീഡിയം ഏതാണ്? റെയർ മീഡിയം നമ്മുടെ വാട്ടർ ആണ് ഫസ്റ്റത്തേൽ അല്ലേ? വാട്ടർ ആണ് റെയർ മീഡിയം. ഗ്ലാസ് എന്താണ്? ഗ്ലാസ് ഡെൻസർ ആണ്.
ഓക്കെ, അതേപോലെ തന്നെയാണ് സെക്കൻഡിൽ വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അതായത് ഈ ലൈറ്റർ ഇതുപോലെ പാസ് ചെയ്തു, ഇത് നോർമലിന്റെ അടുത്തേക്കാണോ ബെൻഡ് ചെയ്തത്? അല്ല അല്ലെ, നോർമൽ ഇവിടെയാണ്. ഇനി അതേപോലെ ഇവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈറ്റർ ഇങ്ങനെയായിരുന്നു നേരെ പോകേണ്ടത്, പക്ഷെ ഇതെന്തായി, ഇത് നോർമലിൽ നിന്ന് അകന്നു പോവാണ് ചെയ്യുന്നത്. യെസ്, ദ ലൈറ്റർ ബെൻഡ്സ് അവേ ഫ്രം ദ നോർമൽ ഓർ ദ ലൈറ്റർ ഡീവിയേറ്റ്സ് അവേ ഫ്രം ദ നോർമൽ അല്ലേ, നോർമലിൽ നിന്ന് അകന്നു പോവാണ്. ഇത് നേരെ ഇങ്ങനെയായിരുന്നു പോകേണ്ടത്. ക്ലിയർ? സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വെൻ എ ലൈറ്റ് റേ പാസസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം, എന്ത് സംഭവിക്കും? ലൈറ്റ് റേ bends or light ray deviates away from the normal, away from the normal. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അത് മാത്രമല്ല, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാണ്? ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാളും കൂടുതൽ ഉണ്ടാവുക കേട്ടോ. ഇത് ഓർത്തോക്കണേ. യെസ്, ഇത് ഓർത്തോക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ? ക്ലിയർ? കുറച്ച് ബേസിക് കാര്യങ്ങളാണ് എന്ത് ചെയ്തത്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. യെസ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് നോക്കാം. When light enters from one medium to another, the incident ray, the refracted ray and the normal at the point of incidence will be on the same plane. എന്താ പറയുന്നത്? നമ്മുടെ ഈ റിഫ്ലക്ഷന്റെ രണ്ട് ലോസ് പഠിച്ചിട്ട് നമ്മൾ, അതേപോലെ തന്നെ നമ്മുടെ റിഫ്രാക്ഷനും രണ്ട് ലോസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ലോ ആണ് ഈ പറയുന്നത്. എന്താണ്? നമ്മുടെ ഇൻസിഡന്റ് റേയും അതേപോലെ നമ്മുടെ റിഫ്രാക്റ്റഡ് റേയും പിന്നെ നോർമൽ. ഓക്കെ, അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഇതെല്ലാം എന്താണ്? സെയിം പ്ലെയിനിലാണ്. എന്താ ഈ സെയിം പ്ലെയിൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ നോക്കാം, ജസ്റ്റ് ഇവിടെ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് സപ്പോസ് നമ്മുടെ നോർമൽ ഇതുപോലെ വരുന്നേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇൻസിഡന്റ് റേ ഇതുപോലെ വരികയാണ്, അതുപോലെ റിഫ്രാക്റ്റഡ് റേ ഇതുപോലെ പോവാണ്. ഓക്കെ, സോ ഞാൻ ഇത് മൂന്നും, അതായത് നമ്മുടെ നോർമലും ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും ഇതെല്ലാം ഞാൻ ഒരേ പ്ലെയിനിൽ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ ഇവിടെ ഒരു A4 ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് ടോർച്ച് അടിക്കുന്നതെന്ന് വെച്ചാൽ ആ സർഫേസിനെ ടച്ച് ചെയ്യുന്ന പോലെ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്നും എനിക്ക് ആ ഒരു A4 ഷീറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലെയിനിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ക്ലിയർ? പ്ലെയിൻ എന്ന് വെച്ചാൽ എന്താണ്? പ്ലെയിൻ എന്ന് വെച്ചാൽ ഒരു സർഫേസ്, നിങ്ങളെ മീൻസ് നാല് ഭാഗത്തും ചുമരില്ലേ, ഈ ചുമരെല്ലാം എന്താണ്? വേറെ വേറെ ടൈപ്പ് ഓഫ് പ്ലെയിനാ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു A4 ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു പ്ലെയിനിന് ഒരു എക്സാമ്പിളാണ്. നമ്മൾ മാത്സിൽ ഓൾറെഡി പഠിച്ചിട്ടില്ലേ, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കൂടിയാൽ XY പ്ലെയിൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതേപോലെ തന്നെ മീൻസ് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു എക്സ്പെരിമെന്റ് മനസ്സിലായാലോ? അതായത് ഇപ്പോൾ ഒരു A4 ഷീറ്റ് ഞാൻ ഇതുപോലെ വെക്കാണ്, എന്നിട്ട് ഇവിടുന്ന് ഞാൻ ലേസർ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ലേസർ ലൈറ്റ് ജസ്റ്റ് ഈ ഒരു സർഫേസിനെ തട്ടിയിട്ട് പോവാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് എന്താവും? എനിക്ക് ആ ഒരു പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ പറ്റും. അതായത് ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും പിന്നെ നമ്മുടെ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എല്ലാം എന്ത് ചെയ്യുന്നു? എല്ലാം ഒരേ പ്ലെയിനിൽ ലൈ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? വെൻ light enters from an optical rare medium to a denser medium, it deviates towards the normal. When light enters from an optical denser medium to a rare medium, എന്ത് സംഭവിക്കുന്നു? എങ്ങോട്ടാ ഡിവൈറ്റ് ചെയ്യുക? അവേ ഫ്രം ദി നോർമൽ, നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. ഇനി അതേപോലെ തന്നെ നോർമലി ഇൻസിഡന്റ് ആണെങ്കിൽ നോർമലിന്റെ അതേ ഡയറക്ഷനിലാണ് താഴോട്ട് വരുന്നതെങ്കിൽ അവിടെ ഒരു റിഫ്രാക്ഷൻ നടക്കില്ല. ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നെടുത്ത കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലും കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ബേസിക്സും എല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ റേസിന്റെ 360 ഡിഗ്രി ഫൗണ്ടേഷൻ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ കൺസെപ്റ്റ് ആയിട്ട്, അതായത് നമ്മുടെ ഇത് മാത്രമല്ല, നമ്മൾ കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നിങ്ങളെ ട്രെയിൻ ചെയ്യാണ്. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ PCMB ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജിന്റെ കൺസെപ്റ്റ് ഓറിയന്റഡ് ഡീറ്റെയിൽ ആയിട്ട് ബേസിക്സ് തൊട്ട് കേട്ടോ, ബേസിക്സ് തൊട്ടും അതേപോലെ അഡ്വാൻസ്ഡ് വരെ. ക്ലിയർ? സോ ആ ഒരു ലെവലിലുള്ള ട്രെയിനിങ് ആണ്. പിന്നെ സോഷ്യൽ സയൻസ് മാസ്റ്ററി ഉണ്ട്. പിന്നെ AI ആൻഡ് ഫ്യൂച്ചർ ടെക്നോളജി ബേസിക്സ്, ഇപ്പം അറിയാലോ ഓൾറെഡി AI ആണ് ഫുൾ റൂൾ ചെയ്യുന്നത് അല്ലേ. പിന്നെ ഓൺട്രപ്രണർഷിപ്പ് സ്കിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിവിൽ സർവീസ് ഫൗണ്ടേഷൻ, പിന്നെ നിങ്ങളുടെ സ്കൂൾ ട്യൂഷൻ എന്ന് പറയുന്നത്
ചാപ്റ്ററിൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ചും കൂടി ബേസിക്സ് ഓറിയന്റഡ് ക്ലാസ്സസ് ആണ്. അതായത് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കരിയർ സെറ്റ് ആക്കാനുള്ള രീതിയിലാണ് ട്രെയിനിങ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ആസ് 360 ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫീസ് വരുന്നത് ഇറ്റ്സ് ഓൺലി 8,500 റുപ്പീസ് ഇപ്പോൾ. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. കുറെ മക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ക്ലാസ്സസ് ഇപ്പോൾ റണ്ണിങ് ആണ്. യെസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട, വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നായിരുന്നു, ഒരു പ്രോബ്ലം തന്നായിരുന്നു, അത് ആൻസർ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇടാം. സോ മറ്റൊരു പാർട്ടുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ഗുഡ് ബൈ.